അപ്പോൾ ഡോക്ടർ ഇവിടുത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBSും PG ഒക്കെ എടുത്ത് ഇവിടുത്തെ മെറിറ്റ് സീറ്റിൽ പഠിച്ച് ഞങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഡോക്ടറായിട്ട് വേറെ രാജ്യത്ത് പോയി ജോലി ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നു. നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ എന്ത് അർഹതയാണുള്ളത്? നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ അല്ലല്ലോ സേവിക്കുന്നത്. നിങ്ങൾ വേറെ രാജ്യത്ത് പോയി സുഖിക്കുകയല്ലേ? ഞാൻ 2 ദിവസം മുമ്പേ നമ്മുടെ ജന്തർ മന്ദറിൽ നമ്മുടെ കുട്ടികൾ നടത്തുന്ന പ്രൊട്ടസ്റ്റിൽ എൻ്റെ കാഴ്ചപ്പാടുകൾ വെച്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ വന്ന പല കമൻറ്റുകളിൽ ഒന്നാണിത്. ആ ബാക്കി പല കമൻറ്റുകളുടെയും കണ്ടന്റ് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിനെ പറ്റിയിട്ടൊന്ന് സംസാരിച്ചാലോ? നിങ്ങൾക്കറിയാലോ, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളിൽ എന്തെങ്കിലും നമുക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് എത്ര മാന്യമായി വന്ന് പറഞ്ഞാലും അതിന്റെ താഴെ വന്ന് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഒരു രാജ്യദ്രോഹം കണ്ടുപിടിച്ച് നമ്മളെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന കുറച്ച് ആളുകളിൽ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ എനിക്കെതിരെ വന്ന രാജ്യദ്രോഹം, സോക്കോൾഡ് രാജ്യദ്രോഹം ഇതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അവർ മാത്രമാണ്, കേന്ദ്ര ഗവൺമെന്റിനെ അന്ധമായി ഫോളോ ചെയ്യുന്നവർ മാത്രമാണ് ഇത് പറഞ്ഞത്. അല്ലല്ല. ഈ സ്വതന്ത്രമായി സംസാരിക്കുന്ന സ്ത്രീകൾ, ഉച്ചത്തിൽ അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന, അങ്ങനെ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ത്രീകളെ കാണുമ്പോൾ കുരുപൊട്ടുന്ന, ഈ അക്ഷരാഭ്യാസത്തിന്റെയും സ്കൂളിന്റെയും പടി പോലും കാണാത്ത വേറൊരു വിഭാഗവും നമ്മുടെ ഇടയിലുണ്ട്. അവർക്കും ഇതേ കാര്യം പറഞ്ഞു തന്നെ ചൊറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇവർക്കൊന്നൊരു ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഒരു വ്യക്തി പഠിച്ച് എവിടെ ജോലി എടുക്കണം, എന്ത് ജോലി എടുക്കണം, എങ്ങനെ ജോലി എടുക്കണം എന്നൊക്കെ പൂർണ്ണമായിട്ട് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്ക് എന്നാണ് ഇവർക്കൊക്കെ കൊടുക്കേണ്ട ഉത്തരം. എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിൽ പോലും ചില കുരുക്കളൊക്കെ അങ്ങ് വല്ലാതെ പൊട്ടുമ്പോഴേ നമ്മളതൊന്ന് മാന്തി ഒന്ന് വ്രണാക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല. ഇതേ പഴി കേട്ട നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് സീറ്റിൽ പഠിച്ച് വേറെ രാജ്യത്ത് ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ചിട്ട് മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന പലരും, നല്ലൊരു ശതമാനം ആളുകളും ഈ പഴി പലപ്പോഴും അവരുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇന്ന് ഇതിനെ പറ്റിയിട്ടൊന്ന് ചർച്ച ചെയ്യണം. നമ്മുടെ നാട്ടിൽ മെറിറ്റ് സീറ്റിൽ പഠിച്ചിട്ട് വേറെ രാജ്യത്ത് പോയിട്ട് ജോലി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാടില്ലേ? അല്ലെങ്കിൽ അത് നമ്മുടെ നാട്ടിലെ നികുതിപ്പണം വാങ്ങി പഠിച്ച ആളുകൾ നമ്മുടെ നാടിനോട് ചെയ്യുന്ന ഒരു വഞ്ചനയാണോ? ഇതാണ് നമ്മൾ ഇന്നൊന്ന് കുറച്ച് ഫാക്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം, ഇവരൊക്കെ വിചാരിക്കുന്നത് ഞങ്ങളൊക്കെ ഇങ്ങനെ വഴി കൂടെ നടന്നു പോകുന്ന സമയത്ത് ഇവര് ഗവൺമെന്റോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് അയ്യോ മോൾ ഇങ്ങോട്ട് വാ, നമുക്കൊരു ഗവൺമെന്റ് സീറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ, നീ പഠിച്ചോ എന്ന് പറഞ്ഞ് വഴി കൂടെ പോകുമ്പോൾ ഇങ്ങനെ ഗവൺമെന്റ് സീറ്റ്, മെറിറ്റ് സീറ്റ് ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ തളികയിൽ കൊണ്ടുവന്ന് തന്നതാണ് എന്നാണ് തോന്നുന്നു ഇവരൊക്കെ വിചാരിക്കുന്നത്. അല്ല കേട്ടോ. കഷ്ടപ്പെട്ടിട്ടേ രാവ് പകലാക്കി പഠിച്ച് പല 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 എൻട്രൻസുകൾ എഴുതി, അതിൽ ഓൾ ഇന്ത്യ എൻട്രൻസ് ഉണ്ട്, കേരള എൻട്രൻസ് ഉണ്ട്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇപ്പം നീറ്റാണല്ലോ, അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഓരോ എൻട്രൻസുകൾ, അങ്ങനെ പല എൻട്രൻസുകൾ വർഷങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്ത് രാവ് പകലാക്കി പഠിച്ച് ആദ്യത്തെ റാങ്കുകളിൽ എൻ്റെ MBBS റാങ്ക് 500 ആയിരുന്നു. എൻ്റെ PG റാങ്ക് 150 150. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികൾ പരീക്ഷ എഴുതുന്ന പരീക്ഷയിലാണ് ഈ 500ഉം 150ഉം ഒക്കെ നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അതൊന്നും ആരും നമുക്ക് തളികയിൽ കൊണ്ടുവന്ന് തരുന്നതല്ല. അപ്പോൾ ഇത് എൻ്റെ മാത്രം കാര്യമില്ല. ഞാൻ മെഡിക്കൽ എൻട്രൻസ് ആണ് എഴുതിയത്. ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ നേടുന്നത്, ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി അഡ്മിഷൻ നേടുന്നത്, ഗവൺമെന്റ് ഡെന്റൽ കോളേജ്, ഗവൺമെന്റ് വെറ്ററിനറി കോളേജ്, ഏത് ഗവൺമെന്റ് കോളേജ് എടുത്താലും ആർക്കും കൊണ്ടുവന്ന് തളികയിൽ കൊടുക്കുന്നതല്ല ഈ സീറ്റുകൾ. ഇതൊക്കെ നമ്മൾ നേടുന്നതാണ്, ഞങ്ങൾ ഏൺ ചെയ്യുന്നതാണ്. അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ, ഇവിടെ ധാരാളം ഗവൺമെന്റ് കോളേജുകളുണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് ആർട്സ് കോളേജ് ഉണ്ട്, ഗവൺമെന്റ് സംഗീത കോളേജ് ഉണ്ട്, ഗവൺമെന്റ് ലോ കോളേജ് ഉണ്ട്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉണ്ട്. നിങ്ങൾ എല്ലാ ഗവൺമെന്റ് കോളേജുകളും എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ കോളേജുകളാണ് ഈ പറയുന്ന ആർട്സ് കോളേജും മ്യൂസിക് കോളേജും ലോ കോളേജും ഒക്കെ, അല്ലേ? അവിടെ വേറെ വ്യവഹാരങ്ങളൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. അതായത് ഗവൺമെന്റിന്റെ, ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന നികുതിപ്പണം കംപ്ലീറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് ആ കുട്ടികളിലാണ്. എന്നാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ കാര്യം അങ്ങനെയാണോ? ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്? എനിക്ക് നിവർന്നു നിന്ന് പറയാം, മെഡിക്കൽ ഭാഗത്തിൽ, അതിപ്പോൾ ഡോക്ടർമാർ മാത്രമല്ല കേട്ടോ, ഡെന്റൽ ഡോക്ടർമാർ, നഴ്സിംഗ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ബയോടെക്നീഷ്യൻസ്, അങ്ങനെ മെഡിക്കൽ വിഭാഗത്തിൽ ഗവൺമെന്റ് കോളേജുകളിൽ പഠിക്കുന്ന എല്ലാവരും സ്വന്തം ജോലി കൂടി ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കംപ്ലീറ്റ് ക്ലിനിക്സിലാണ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഒരു ഹൗസ് സർജൻസോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസോ 1 മണിക്കൂർ പണി മുടക്കി കഴിഞ്ഞാൽ, സമരത്തിൽ പോയി കഴിഞ്ഞാൽ സ്തംഭിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ.
അപ്പോൾ മെഡിക്കൽ കോളേജുകളെല്ലാം ഓടുന്നത് സ്റ്റുഡൻസിൽ കൂടിയാണ്. അതായത് അവിടെ പഠിക്കുന്ന ഹൗസ് സർജൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്, ഇവരെല്ലാവരും പണിയെടുത്തതിൻ്റെ കൂടെയാണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതൽ മുടക്കും, കാര്യമായ ഒരു മുതൽ മുടക്കും ഇല്ലാതെ പഠിച്ച് പുറത്തു വരുന്ന ഒരു വിഭാഗമാണ് ഈ മെഡിക്കൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഗവൺമെന്റ് മേഖലയിൽ. കാരണം ഞങ്ങൾക്ക് മുതൽ മുടക്ക് എന്താണ്? അവിടെ വരുന്ന പേഷ്യൻസ് ആണ്. ഇപ്പൊ ഞങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ പേഷ്യൻസ് വരും അല്ലേ. അപ്പൊ ഞങ്ങള് അവരുടെ മുറി തുന്നിക്കെട്ടിയിട്ടും അവരുടെ മുറികളിൽ മരുന്ന് വെച്ച് കെട്ടിയിട്ടും അല്ലെങ്കിൽ അവരെ പരിചരിച്ചിട്ടും ആ പണി എടുത്തിട്ട് അതിന്റെ കൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നികുതി പണം ഏറ്റവും കുറവ് ചെലവാക്കുന്ന മേഖല ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളാണ് എന്ന് ഞാൻ പറയും. എന്നാൽ ഒരു ഗവൺമെന്റ് ലോ കോളേജിലോ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലോ വേറെ ഏത് രീതിയിലാണ് അവിടുത്തെ സ്റ്റുഡൻസ് തിരിച്ച് ഒരു സർവീസ് എന്നുള്ള രീതിയിൽ അവരവിടെ പഠിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ മെഡിക്കൽ വിദ്യാർത്ഥികളെ നിങ്ങൾ നോക്കൂ, അത് നഴ്സിംഗ് വിദ്യാർത്ഥികളാവട്ടെ, എക്സ്റേ ടെക്നീഷ്യൻസിന് പഠിക്കുന്ന കുട്ടികളാവട്ടെ, ഏത് കുട്ടികളാവട്ടെ, ഡോക്ടർമാരെ വിട്ടേക്ക്, ബാക്കി ഏത് വിഭാഗം എടുത്താലും ഞങ്ങളുടെ തേർഡ് ഇയർ മുതൽ ഞങ്ങളുടെ ഫൈനൽ ഇയർ വരെ ഞങ്ങളുടെ ഹൗസ് സർജൻസി, ഞങ്ങളുടെ ഇന്റേൺഷിപ്പ് എല്ലാം പണിയെടുത്തിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിൽ ചെലവാക്കുന്ന ഈ നികുതിപ്പണം എന്ന് പറയുന്നത് ഒന്നും തന്നെ ഇല്ല എന്ന്. ചിലപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തരാനായിരിക്കും, ഞങ്ങൾക്ക് എടുക്കുന്ന മണിക്ക് തിരിച്ച് ഇങ്ങോട്ടാണ് ഞങ്ങൾ അർഹിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഈ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിങ്ങൾ വല്ലാതെ ഈ എന്താ പറയുക സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്ന ഒരു സാധനം പഠിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഞങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പഠിക്കുന്ന സമയത്ത് അങ്ങോട്ട് തന്നിട്ടാണ് അല്ലെങ്കിൽ സേവനം ചെയ്തിട്ടാണ് ഓരോ മെഡിക്കൽ വിദ്യാർത്ഥിയും പഠിച്ച് ഇറങ്ങുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഗവൺമെൻറ് കോളേജുകൾ പഠിച്ചിറങ്ങിയതിന് ശേഷം അതിന് കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് നിർബന്ധിത ഗ്രാമീണ സേവനം ഉണ്ടായിരുന്നു, കമ്പൽസറി റൂറൽ സർവീസ്. അത് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ഇവിടെ വേറെ ഏത് ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് അങ്ങനെ ഒരു കമ്പൽസറി റൂറൽ സർവീസ്? ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ആളുകൾ എവിടെയെങ്കിലും പോയിട്ട് റൂറൽ ഏരിയയിൽ പോയിട്ട് വല്ല പാലോ, ഇപ്പോൾ സിവിലൊക്കെ പഠിക്കുന്ന ആളുകൾ വല്ല പാലൊക്കെ ഫ്രീ ആയിട്ട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ടോ? എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഒരു കമ്പൽസറി റൂറൽ സർവീസ് അല്ലെങ്കിൽ കമ്പൽസറി സർവീസ് ഒരു ഗവൺമെന്റ് കോളേജിൽ പഠിച്ച കുട്ടികൾക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാനടക്കമുള്ള ഈ ഗവൺമെന്റ് സീറ്റിൽ പഠിച്ചു വന്ന കുട്ടികൾ കമ്പൽസറി റൂറൽ സർവീസ് ഞാൻ 1 ഇയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് പോലും കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിൽ ചെലവാക്കി എന്ന് പറയുന്ന ഈ പറയുന്ന നികുതി പണത്തിന്റെ ഇരട്ടിയോ അല്ലെങ്കിൽ അതിലധികമോ അങ്ങോട്ട് സർവീസ് സേവനം ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ ഈ പറയുന്ന പല പല ജോലികളിൽ. ഇനി 4ാമത്തെ പോയിന്റ്, ഇവിടെ പഠിച്ചിറങ്ങുന്ന എല്ലാ ഗവൺമെന്റ് കോളേജുകളിലും പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇവിടെ ഗവൺമെന്റ് മേഖലയിൽ തന്നെ കൊടുക്കാനുള്ള തൊഴിലവസരങ്ങൾ അതുണ്ടോ? ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും ഇവിടെ ഞങ്ങൾക്കൊക്കെ നാട്ടിൽ ജോലി ചെയ്യണം തന്നെ ആഗ്രഹം. പക്ഷെ അവർക്ക് എല്ലാവർക്കും കൊടുക്കാം അത്രത്തോളം സീറ്റുകളും അത്രത്തോളം PSC തന്നെ ഇപ്പതാ എഴുതി 1ാം റാങ്കുകാരന് പോലും ജോലി കിട്ടാത്ത അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ പഠിച്ചിറങ്ങിയ എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ തന്നെ പണിയെടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ അങ്ങനെ ആവണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പക്ഷേ അതുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ജോലി കിട്ടാത്തത് കൊണ്ടായിരിക്കും പലരും പുറം നാടുകളിൽ പോകുന്നത്. ഇനി അടുത്ത പോയിന്റ്, ഇതാണ് ഏറ്റവും വലിയ പോയിന്റ്. ഈ പറയുന്ന വിഡ്ഢിക്കൂശ്മാണ്ഡങ്ങൾക്ക് അറിയുമോ, നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ കേരളം ഇതിൻ്റെയൊക്കെ സാമ്പത്തിക സ്ഥിതിയുടെ നട്ടല് എന്ന് പറയുന്നത് ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾ നാട്ടിലേക്ക് അയക്കുന്ന പണമാണ്. ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഇല്ലാത്തവരാണ് ഇത് പറയുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിൽ പോലും ഇനി അറിവില്ലായ്മ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ആളുകളാണ്, എങ്കിൽ പോലും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്കറിയോ ഒരു ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ എത്ര ബില്യൺ ഡോളറാണ് ഒരു വർഷം പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയക്കുന്നത് എന്നുള്ളത്? ആ റെമിറ്റൻസ് എന്ന് പറയുന്ന ആ ഒരു സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടെ കേരളത്തിന്റെ ആയാലും ഇന്ത്യയുടെ ആയാലും നട്ടെല്ല്. അപ്പൊ അതുകൊണ്ട് ഈ പ്രവാസികളെ കാണുമ്പോൾ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ ജോലി എടുക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവര് നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് കോളേജിൽ പഠിച്ചവരാണ് എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു ചൊറി ഉണ്ടല്ലോ, അത്ര അങ്ങ് ചൊറിയണ്ട. കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് അയക്കുന്ന പണമാണ് നമ്മുടെ കുടുംബത്തിന്, ഞങ്ങൾ ഇവിടെ സമ്പാദിക്കുന്ന പണം വേറെ ഫ്രാൻസിലേക്കോ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലേക്കോ നല്ലല്ലോ അയക്കുന്നത്, സ്വിസ് ബാങ്കിലോ നല്ലല്ലോ ഇടുന്നത്. ഞങ്ങൾ ഇടുന്നത് നമ്മുടെ നാട്ടിലെ ബാങ്കുകളിലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന്, അതിപ്പോൾ ഡോളറിലാവാം, പൗണ്ടിലാവാം, ഞാനിവിടെ ദിർഹത്തിലായിരിക്കും. അപ്പോൾ പല വിദേശ നാണ്യങ്ങൾ സമ്പാദിക്കുന്നത് നമ്മുടെ നാട്ടിലെ റുപ്പയായിട്ട് തിരിച്ച് നമ്മുടെ നാട്ടിൽ വരുന്നതാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫിനാൻസിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തികത്തിൻ്റെ ഏറ്റവും നല്ലൊരു പങ്ക്. ഇതൊക്കെ ആരോടാ പറയുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ എങ്കിൽ പോലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്കറിയാലോ നമ്മുടെ ഇന്ത്യക്കാര് ഇപ്പോൾ
ഗൂഗിളിൻ്റെ CEO ആവട്ടെ, യൂട്യൂബിൻ്റെ CEO ആവട്ടെ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ, അല്ലെങ്കിൽ ഫെഡെക്സിൻ്റെ, അങ്ങനെ എത്ര എണ്ണിയാൽ ഒടുങ്ങാത്ത കമ്പനികളുടെ ഏറ്റവും നല്ല നല്ല സ്ഥാനങ്ങളിൽ ഇന്ന് നമ്മുടെ ഇന്ത്യക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആളുകൾ ഇവരോടും പറയുമല്ലോ, അപ്പൊ സുന്ദർ പിച്ചായോടും പറയുമല്ലോ, നിങ്ങളൊക്കെ എന്ത് ഇന്ത്യനാണ്, നാണമുണ്ടോ നിങ്ങൾക്ക് അവിടെ പോയിട്ട് എന്താ പറയുക ഗൂഗിളിന്റെ CEO ആയിട്ട് നാണമില്ലാതെ അമേരിക്കയിൽ ജീവിക്കാൻ? നിങ്ങൾ ഇവിടെ ഇന്ത്യയെ വന്നിട്ട് സേവിക്കൂ. നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക എക്സ്പെർട്ടീസ് ഒക്കെ നിങ്ങൾ ഇന്ത്യയിലല്ലേ ചെയ്യേണ്ടത്? നമ്മൾ ഇതിലൊക്കെ അഭിമാനിക്കല്ലേ വേണ്ടത്? നമ്മുടെ ഇന്ത്യക്കാരാണ് ഈ പറയുന്ന എണ്ണം പറഞ്ഞ കമ്പനികളുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ എനിക്ക് അഭിമാനമുള്ളത്. അപ്പൊ അവരോടൊക്കെ അമേരിക്കയിൽ നിന്നും അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന രാജ്യത്തു നിന്നൊക്കെ ഇവിടെ വന്ന് താമസിക്കൂ എന്ന് പറയുന്നതില്ല, അല്ലെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ പണിയെടുക്കൂ എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? അപ്പൊ ഇവരുടെയൊക്കെ പലരുടെയും വിചാരം എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിൽ ജോലി കിട്ടാത്തതുകൊണ്ടാണ് ഇവരൊക്കെ, ഞാനടക്കമുള്ള ആളുകൾ വിദേശത്ത് പോയിട്ട് ജോലി എടുക്കണം എന്നുള്ളതാണ്. നോക്കിയേ, ഞാൻ 2023 വരെ, ഞാൻ 2006 MBBS പഠിച്ചിറങ്ങിയ ഒരാളാണ്. 2023 വരെ, അതായത് 10-15 വർഷത്തിലധികം ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയാണ്, ഇന്ത്യയിൽ തന്നെയാണ് ജോലി എടുത്തിട്ടുണ്ടായിരുന്നത്. 2023 UAE ഞാൻ 4 വർഷം ആവുന്നതേ ഉള്ളൂ. അതിന് എനിക്ക് എൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കും ഇല്ല, ഈ പറയുന്ന പ്രവാസ ജീവിതം നയിക്കുന്ന ഒരാൾക്കും ഇല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർ പല നാടുകളിലേക്ക് ചേക്കേറിയിട്ടുണ്ടാവുക. അപ്പൊ ഇവരുടെയൊക്കെ പലരുടെയും വിചാരം എന്താണെന്നറിയോ, ജോലി കിട്ടാത്തതുകൊണ്ടാണ് എല്ലാവരും. എന്നിട്ട് ഏറ്റവും തമാശ, ഇവർക്ക് അറിയാം ജോലി കിട്ടാത്തതുകൊണ്ടൊന്നല്ല എന്നുള്ളത്. ഈ പറയുന്ന ആളുകൾ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ദുബായിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ, ഈ പറയുന്ന സാമൂഹ്യ പ്രതിബദ്ധത നാഴേക്ക് 40 വട്ടം പറയുന്ന ആളുകൾ തന്നെ ഒരു വിസയ്ക്ക് വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലും ജോബ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് രഹസ്യമായിട്ട് അവിടെയുള്ള ഫ്രണ്ട്സിന് മെസ്സേജും അയക്കും. ഇപ്പൊ ദുബായിലുള്ള ഫ്രണ്ട്സിന്, എടാ അവിടെ എന്തെങ്കിലും ജോലി ശരിയാക്കാൻ പറ്റുമോ, ഒരു വിസ ഒപ്പിച്ചേരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ പുറമേക്ക് സാമൂഹ്യ പ്രതിബദ്ധത ബാക്കിയുള്ളവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഒരു 4-5 പോയിന്റുകൾ, ഈ പോയിന്റുകളിൽ എത്രത്തോളം മെറിറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്യുക. ഇതൊന്നും ഞാൻ എന്താ പറയുക ഒരു ആർഗ്യുമെന്റിന് വേണ്ടി പറയല്ല, ഇതെല്ലാം ഫാക്ട്സ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ചൊറിയാൻ വേണ്ടി പറയുന്നവര്, അത് അവർക്ക് കാര്യം മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും അവരെന്നും ഇരുന്ന് ചൊറിയും. അവരെന്റെ കൺസേൺ അല്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ ഇന്ന് സംസാരിച്ചത് എന്നെ പോലെ പല രാജ്യങ്ങളിൽ ഈ പറയുന്ന പോലെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു തവണയെങ്കിലും ഈ പറയുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുടെ ക്ലാസ് ആരെങ്കിലും ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് അവര് ഞങ്ങളുടെ സീറ്റിൽ ചെലവാക്കിയ നികുതിപ്പണത്തിന്റെ കണക്കും ഞങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലായ്മയുടെ പ്രശ്നവും. ഓക്കെ, അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. ഇന്ത്യയിൽ വർക്ക് ചെയ്താലും ഏത് രാജ്യത്ത് വർക്ക് ചെയ്താലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇന്ത്യൻ ഉണ്ടോ എന്നുള്ളതാണ്, നിങ്ങളൊരു ഭാരതീയനാണോ എന്നുള്ളതാണ് എന്ത് കാര്യം. മനസ്സിലായോ? അതിന് ഇന്ത്യയിൽ ഇരുന്നത് കൊണ്ട്, ഇന്ത്യയിൽ പണിയെടുത്തത് കൊണ്ട്, ഇന്ത്യയിൽ ജീവിച്ചത് കൊണ്ട് നിങ്ങളൊരു നല്ല ഭാരതീയനും ആവാൻ പോകുന്നില്ല. ഏതെങ്കിലും നാട്ടിലിരുന്ന് ജീവിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അവിടെ പണിയെടുത്തത് കൊണ്ട് നിങ്ങൾ നല്ല ഭാരതീയൻ ആകാതെയും പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇന്ത്യ എന്ന് പറയുന്ന വികാരമുണ്ടോ, നിങ്ങളുടെ മനസ്സിൽ ഒരു നല്ല ഇന്ത്യൻ ആണോ എന്നുള്ളത് മാത്രമാണ് കാര്യം കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ഈ ഒരു ടോക്ക് ഇട്ടത് എന്നെ പോലെ ഈ പഴി കേൾക്കേണ്ടി വന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ജോലി കിട്ടാത്തത് കൊണ്ടല്ല പലരും പ്രവാസ ജീവിതത്തിലേക്ക് വരുന്നത്. പലപ്പോഴും ചിലപ്പോൾ കുറച്ച് കഴിവ് അധികമായതുകൊണ്ട്, നമ്മുടെ ഗുണം കണ്ടിട്ട് ചിലപ്പോൾ അവിടെയുള്ള ആളുകൾ നമുക്കൊരു അവസരം തന്നതുകൊണ്ടുമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് മെറിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ കേട്ടോ. അപ്പൊ ശരി, ബൈ.